എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സത്യസന്ധതയുടെ പര്യായം എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റിനെ കുറിച്ചാണ്. അമേരിക്കയുടെ രാഷ്ട്രപിതാവും അമേരിക്കയുടെ പ്രഥമ പ്രസിഡന്റുമായ ജോർജ് വാഷിംഗ്ടൺ ആണ് ആ മഹാ വ്യക്തിത്വത്തിന്റെ ഉറവ്. പൊതുവെ അന്നും ഇന്നും അമേരിക്കൻ ജനത അദ്ദേഹത്തെ കാണുന്നത് സത്യസന്ധതയുടെ പര്യായമായിട്ട് തന്നെയാണ്. ഇന്ന് നമുക്ക് അമേരിക്കൻ പ്രസിഡന്റുമാരെ കുറിച്ച് പറയുമ്പോൾ ഒരു യുദ്ധക്കുതിയന്മാരുടെ ചിത്രമാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ജോർജ് വാഷിംഗ്ടൺ. 1783 അമേരിക്കയെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ 13 കോളനികളിൽ യുദ്ധം ചെയ്ത് പടനയിച്ച് ബ്രിട്ടീഷുകാരെ കെട്ടുകെട്ടിച്ച് അമേരിക്കക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആദ്യകാല ജീവചരിത്രകാരനായ മേസൺ ലോക്ക് വീൻസ് 1806 എഴുതിയ ഒരു പുസ്തകത്തിലെ ചെറിയ ഒരു കഥയാണ്. കഥയുടെ പേര് ചെറിമരത്തിന്റെ കഥ. ഒരു സത്യസന്ധതയുടെ പ്രതിച്ഛായ. ഏതായാലും നമുക്ക് കഥയിലേക്ക് വരാം. ജോർജ് വാഷിംഗ്ടണിന്റെ പിതാവ് ചെറിമരങ്ങൾ നട്ടുപിടിപ്പിക്കുകയും അതിനെ പരിപാലിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹം ഒരുപാട് മരങ്ങൾ തൈകൾ വെച്ചുപിടിപ്പിച്ചു. ഒരു ദിവസം അദ്ദേഹം പുറത്തുപോയി. നമ്മുടെ കഥാനായകൻ 6 വയസ്സ് മാത്രം പ്രായമുള്ള ജോർജ് വാഷിംഗ്ടൺ തന്റെ കയ്യിലുള്ള കോടാലി കൊണ്ട് ആ തൈകൾ മൊത്തം കൊത്തിമുറിച്ച് മറിച്ചിട്ടു. പിതാവ് തിരിച്ചു വരുന്നു. കാഴ്ച കണ്ട് വളരെയധികം കോപത്തോടെ ദേഷ്യപ്പെട്ടുകൊണ്ട് സ്വരമുയർത്തി പറയുകയാണ്, ആരാണ് ഈ കൊടുങ്കൈ ചെയ്തത്? തൊട്ടപ്പുറത്ത് നിൽക്കുന്നു നമ്മുടെ കഥാനായകൻ. ആ കുട്ടി പറയുകയാണ്, അച്ഛാ, അച്ഛന്റെ മകന് കളവ് പറയാൻ അറിയില്ല, ഞാനാണത് ചെയ്തത്. ആ പിതാവിന്റെ മുഖത്തുണ്ടായിരുന്ന കോപം കാർമേഘം മാഞ്ഞു പോകുന്നത് പോലെ, നീങ്ങിപ്പോകുന്നത് പോലെ മറയുകയും തന്റെ പൊന്നോമന മകനെ വാരിയെടുത്തുകൊണ്ട്, 2 കൈ കൊണ്ടും വാരിയെടുത്തുകൊണ്ട്, വാരി പുണർന്നുകൊണ്ട്, ഉമ്മ വെച്ചുകൊണ്ട് പറയുകയാണ്, 1000 ചെറുമരങ്ങളെക്കാൾ വലുതാണ് മകനെ നിന്റെ ഈ സത്യസന്ധത. അതുപോലെ തന്നെ നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി അഹിംസാ സിദ്ധാന്തം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന സമയത്തും പറയാറുണ്ടായിരുന്നു, സത്യം ദൈവമാണ്. ബുദ്ധമതത്തിലെ 5 നിയമങ്ങൾ എന്ന് പറയും, പഞ്ചശീലങ്ങൾ എന്നും പറയും. അതിലെ ഒരു നിയമമാണ് സത്യം പറയുക എന്നത്. നിങ്ങൾ തമാശയ്ക്ക് പോലും കളവ് പറയരുത് എന്ന് നമ്മെ പഠിപ്പിച്ചത് പ്രവാചകൻ മുഹമ്മദ് നബിയാണ്. ചൈനീസ് തത്വചിന്തകനായ കൺഫ്യൂഷ്യസ് ഒരിക്കൽ പറയുകയുണ്ടായി, നുണകൾ സാമൂഹിക ക്രമത്തെ തകർക്കുകയും പരസ്പര വിശ്വാസം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. പ്രമുഖ ജർമ്മൻ തത്വചിന്തകനായ ഇമാനുവൽ
പറയുകയുണ്ടായി, നുണ യുക്തിയെയും വ്യക്തിയുടെ വ്യക്തിത്വത്തെയും നശിപ്പിക്കുമെന്ന്. കളവ് പറയുന്നതിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും സത്യസന്ധതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്ത ഒരുപാട് മഹാന്മാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജ് വാഷിങ്ടണിന്റെ ചരിത്രം നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വരാൻ പോകുന്ന തലമുറയും ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം.